മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എന്നാലും നമ്മൾ ജെമിനായി വരെയാണ് നോക്കിയത്. ക്യാൻസർ നോക്കി തുടങ്ങി, പക്ഷെ നമ്മൾ കംപ്ലീറ്റ് ആക്കിയില്ലായിരുന്നു. അപ്പോൾ ഇന്ന് ക്യാൻസർ സോഡിയാക് സൈനിൻ്റെ കറണ്ട് എനർജി, അവരുടെ വൈബ്, അവരെ എന്താണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. Knight of Wands, Five of Swords, Nine of Wands, the Fool card, Eight of Wands, Four of Cups, Five of Swords, Nine of Wands, the Fool card, and Ace of Wands. ഇതാണ് ഇന്നത്തെ എനർജി. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അവരുടെ കരിയർ വൈസ് ആൻഡ് റിലേഷൻഷിപ്പ് വൈസ് എന്താണ് അവർ. അപ്പോൾ ആദ്യം തന്നെ നൈറ്റ് ഓഫ് വാൺസ് വന്നിട്ടുണ്ട്. അപ്പോൾ നൈറ്റ് ഓഫ് വാൺസ് വന്നിട്ടുള്ളത് കൊണ്ട് അഡ്വെഞ്ചർ, എ സ്പാർക്ക്, യു ആർ ചേസിങ് സംതിങ്, സം ഡിസയേഴ്സ്, ആൻഡ് ഇറ്റ് കുഡ് ബി സംതിങ് മ്യൂച്വൽ. ഇഷ്ടപ്പെട്ട ഒന്നിൻ്റെ പുറകെ നിങ്ങളിങ്ങനെ വളരെ പാഷനോട് കൂടി, വളരെ ആഗ്രഹത്തോടു കൂടി, നിങ്ങളിങ്ങനെ കോൺഫിഡൻസോട് കൂടി നിങ്ങൾ ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എനർജിയാണ്. ഇപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ എനർജി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആരെയും ഇഷ്ടപ്പെട്ടു, അപ്പം അവരെ നിങ്ങൾ വളരെ പാഷനോട് കൂടി ചേസ് ചെയ്യുന്ന ഒരു എനർജിയാണ് നൈറ്റ് ഓഫ് വാൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അതൊരു മ്യൂച്വൽ എനർജിയാണ്. നിങ്ങൾക്ക് അവരെ ഇഷ്ടമാണ്, അവർക്ക് നിങ്ങളെ ഇഷ്ടമാണ്, പക്ഷേ യു ആർ ചേസിങ് ദം വിത്ത് പാഷൻ ആൻഡ് വിത്ത് കോൺഫിഡൻസ്. ഓക്കെ, അതാണ് നൈറ്റ് ഓഫ് വാൺസ് വരുമ്പോൾ റിലേഷൻഷിപ്പ് റീഡിങ്ങിൽ വരുന്നത്. കരിയർ റീഡിങ്ങിൽ വരുമ്പോൾ സെയിം ഇതുപോലെ തന്നെ, പക്ഷേ യു ആർ നോട്ട് ചേസിങ് എ മാൻ ഓർ വിമൻ, ബട്ട് യു ആർ ചേസിങ് സം ഓപ്പർച്യൂണിറ്റീസ്. വളരെ കോൺഫിഡൻസോടുകൂടി, ഓക്കെ, അംബീഷനോടുകൂടി ചില ആക്ഷൻസൊക്കെ എടുത്തിട്ട്, ചില റിസ്ക് എടുത്തിട്ട് നിങ്ങളൊരു പുതിയ പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു ജോബ് ഓഫർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓഫീസിലൊരു പ്രമോഷൻ, ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചേസ് ചെയ്ത് പോവുകയാണ്. വിത്ത് അംബീഷൻ, ഓക്കെ, അഡ്വഞ്ചറായിട്ട് ചേസ് ചെയ്ത് പോകുന്ന ഒരു എനർജിയാണ് നൈറ്റ് ഓഫ് വാൺസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വേറൊരു കാർഡും കൂടെ നെക്സ്റ്റ് വന്നിട്ടുണ്ട്. ഇത് ഫോർ ഓഫ് കപ്സ് ആണ്. കപ്സ് കാർഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇറ്റ് ഈസ് സംതിങ് റിലേറ്റഡ് ടു ഇമോഷൻസ്, ലവ്, എക്സെട്ര. സോ കപ്സ് കാർഡ് വരുമ്പോൾ നിങ്ങൾ കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആണ് ലൈഫിൽ റിലേറ്റഡ് ടു റിലേഷൻഷിപ്പ്. അപ്പോൾ നിങ്ങൾക്ക് ആരോ പുതിയതായിട്ടൊരു കപ്പ് വെച്ച് നീട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു സ്നേഹം, ഒരു റിലേഷൻഷിപ്പ് വെച്ച് നീട്ടുന്നുണ്ട്, ബട്ട് യു ആർ നോട്ട് അക്സെപ്റ്റ് ചെയ്യാതെ നിങ്ങൾ പണ്ടുള്ള കപ്സിനെ കുറിച്ച്, നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയ കപ്സിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു, ഓക്കെ, പുതിയ റിലേഷൻഷിപ്സ് വരുന്നുണ്ട്, പക്ഷേ യു ആർ നോട്ട് അക്സെപ്റ്റിംഗ് ദ റിലേഷൻഷിപ്പ്. പിന്നെ അടുത്തൊരു കാർഡ് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ യു ആർ ട്രൈങ് ടു വിൻ സംതിങ്. അപ്പോൾ യൂണിവേഴ്സ് തരുന്ന അഡ്വൈസ് എന്ന് വെച്ചാൽ വിൻ ചെയ്യുക എന്നുള്ളത് ഇറ്റ്സ് എ ഗുഡ് തിങ്, ബട്ട് യു ഹാവ് ടു ബി ഇൻ യുവർ മൈൻഡ്. എന്താന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു കാര്യം വിൻ ചെയ്യുമ്പോൾ ഇഫ് ഇറ്റ് ഈസ് കോസിങ് സം ലോസ്, ഓക്കെ, ലൈക്ക് നമ്മൾ ആ കാര്യം വിൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ സമാധാനം നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ, അത് നമ്മളുണ്ടാക്കിയെടുത്ത വിക്ടറി, അത് നമ്മുടെ വിക്ടറി ആണോ എന്ന് ഒന്നുകൂടെ ചിന്തിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വന്നിരിക്കുന്നത് ഒരു നൈൻ ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. ആസ് യൂഷ്വൽ, യു ആർ ഇൻ ബിറ്റ്വീൻ സംതിങ്, ബട്ട് യു ലോസ്റ്റ് ദ വേ, അല്ലെങ്കിൽ നിങ്ങൾ ഡ്രെയിൻഡ് ആയിപ്പോയി. ഇപ്പം കറൻ്റ്ലി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച
ചില കാര്യങ്ങളെ കൊണ്ട് നിങ്ങളെ എനർജി എല്ലാം ഡ്രെയിൻഡ് ആയിപ്പോയി. നിങ്ങൾ മുന്നോട്ട് പോകാതെ എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ നിൽക്കുന്ന ഒരു എനർജിയാണ് 9 ഓഫ് വാണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ യൂണിവേഴ്സ് ഒരു അഡ്വൈസ് തരുന്നുണ്ട്. അഡ്വൈസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ പോകാനുണ്ട്. അപ്പോൾ ലാസ്റ്റ് സ്ട്രെങ്ത് അതുകൂടെ എടുത്ത് ഇഫ് യു ആർ കംപ്ലീറ്റിംഗ് ദ പ്രോസസ് യു വിൽ ഗെറ്റ് ദ സക്സസ്. ഓക്കെ, സോ അതാണ് 9 ഓഫ് വാണ്ട്സിൻ്റെ എനർജി ഫോർ ക്യാൻസർ സോഡിയാക് സൈൻ. പിന്നെ ഒരു ഫൂൾ കാർഡുണ്ട്. യു ആർ ആസ് എ ഫൂൾ, ഐ മീൻസ് ഒരാൾ ഒന്നും ആലോചിക്കാതെ എടുത്ത് ചാടുന്നത് പോലെ യു ആർ ഗോയിങ് ടു ബിഗിൻ സംതിങ്. ചില ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് വരുന്നുണ്ട്, ചില പൊട്ടൻഷ്യൽ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. സോ അത് എന്താകും എന്നൊന്നും നിങ്ങൾക്ക് അറിയത്തില്ല, പക്ഷേ നിങ്ങൾക്കൊരു ഫെയ്ത്ത് ഉണ്ട്. യൂണിവേഴ്സ് എൻ്റെ സൈഡിൽ നിൽക്കും, അല്ലെങ്കിൽ ഞാനിത് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതിൽ വിജയിക്കും എന്നുള്ള നിങ്ങളുടെ ഫെയ്ത്തിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ ചുറ്റുമൊന്നും നോക്കാതെ യു ആർ യു ആർ ഗോയിങ് ടു ബിഗിൻ എ ന്യൂ തിങ്. സോ ഇതൊരു പോസിറ്റീവ് സൈനാണ്. യു ആർ ഗോയിങ് ടു മേ ബി സം റിലേഷൻഷിപ്പ്, മേ ബി കരിയർ വൈസ്, മേ ബി സം ബിസിനസ് വൈസ്, മണി റിലേറ്റഡ് തിങ്. സോ എന്തായിരുന്നാലും ക്യാൻസർ സോഡിയാക് സൈൻ ഈസ് എൻ എനർജി ടു സ്റ്റാർട്ട് സംതിങ്. ഓക്കെ, ആസ് എ ഫൂൾ, അതായത് മുന്നോട്ടുള്ള കാര്യങ്ങൾ ഇത് വിജയിക്കുമോ എന്നൊന്നും ചിന്തിക്കാൻ നിങ്ങൾ എടുത്ത് ചാടുവാണെന്നാണ് പറയുന്നത്. പക്ഷേ യു ഹാവ് ദ ഫെയ്ത്ത് ദാറ്റ് യു ആർ ഗോയിങ് ടു ഡു എ ഗുഡ് തിങ് ആൻഡ് യൂണിവേഴ്സ് ഈസ് ഓൺ യുവർ സൈഡ്. അതാണ് ദ ഫൂൾ കാർഡ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ലാസ്റ്റ് ഏസ് ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ്. ഏസ് ഓഫ് വാണ്ട്സിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ ഓക്കെ, ഇതും സെയിം. ഏസ് ഓഫ് വാണ്ട്സിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ ഒരു പുതിയൊരു തുടക്കം, യു ആർ ഗോയിങ് ടു ബിഗിൻ സംതിങ്. ഇതിനകത്തൊരു തളിരിലൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. പുതിയൊരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. സോ യു ഹാവ് ടു അലൈൻ വിത്ത് യുവർ ഹയർ സെൽഫ്. യൂണിവേഴ്സിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുക. അതിനുശേഷം യു ക്യാൻ സ്റ്റാർട്ട് ദാറ്റ് വെഞ്ചർ, മീൻസ് ആ പുതിയൊരു കാര്യം നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പം അതാണ് ക്യാൻസർ സോഡിയാക് സൈൻസിൻ്റെ കറണ്ട് എനർജി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഓവറാൾ നോക്കുമ്പോൾ യു ആർ ഗോയിങ് ബിഹൈൻഡ് വെരി പാഷനേറ്റ്ലി എന്തോ ഒരു കാര്യം. അതായത് സംടൈംസ് ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ കരിയർ ആയിരിക്കാം. നിങ്ങൾക്ക് കുറേ കപ്സ് ഒക്കെ വെച്ച് നീട്ടുന്നുണ്ട്. യു ആർ നോട്ട് അക്സെപ്റ്റിംഗ്. ഓക്കെ, യു ആർ ഇൻ ബിറ്റ്വീൻ സംതിങ്. യു ആർ ഗോയിങ് ടു ഡു സംതിങ് ന്യൂ. പുതിയൊരു കാര്യം ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ക്യാൻസർ സോഡിയാക് സൈൻസിൻ്റെ എനർജി.